പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ വിനായക ചതുർത്ഥിക്ക് ഗണേശ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു നിവേദ്യമാണ് മോദകം. മോദകത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ വരുന്ന സെപ്റ്റംബർ 10 വെള്ളിയാഴ്ചയാണ് വിനായക ചതുർത്ഥി വരുന്നത്. ആ ദിവസം നമുക്ക് ഇതുപോലെ നിവേദ്യം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. നമ്മളിത് റെഡിയാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിക്കുക. ഇതിൻ്റെ അകം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് മോദകം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഷേപ്പ് മാത്രം ഒന്ന് മാറ്റിയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോ നോക്കാം അല്ലേ. അതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്ക് പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൂടെ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നോട്ടെ, അതുപോലെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നോട്ടെ. ഈ സമയത്ത് നമുക്കൊരു 1/2 സ്പൂണ് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചേർക്കുമ്പോൾ നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ അരിപ്പൊടി നന്നായിട്ടൊന്ന് കുഴച്ച് വരുന്ന സമയത്ത് നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും, അതുപോലെ തന്നെ ഒരു ഫ്ലേവറും വരും. അതിനാണ് നമ്മൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുക്കാത്ത അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതോടെ ചേർത്തിട്ട് ഈ അരിപ്പൊടിയും ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വെന്ത് വരാനുണ്ട്. അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരിപ്പൊടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഈ അരിപ്പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴയ്ക്കാൻ പറ്റും കേട്ടോ. കാരണം നമ്മൾ നെയ്യ് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ചൂടുവെള്ളത്തിലല്ലേ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെക്കാതിരുന്നാൽ അത് ഡ്രൈ ആയി പോവും. അപ്പോൾ മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അരിപ്പൊടി കുഴച്ചത് നമുക്കവിടെ മാറ്റി വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് തേങ്ങയൊന്ന് നന്നായിട്ട് ചുരുട്ടിയെടുക്കാനുണ്ട്. അതിനായിട്ട് 1 കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പാനി ആക്കണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ ചിലപ്പോൾ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളിതുപോലെ ശർക്കര വെള്ളമാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് അതിൽ ഒഴിച്ചു കൊടുത്തത്. 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാനുണ്ട്. ഈ സമയത്ത് ലേശം ഏലക്കപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് കുറച്ച് നെയ്യ് കൂടെ ചേർക്കണുണ്ട്. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക. നെയ്യ് ചേർക്കുമ്പോൾ ഒരു ഫ്ലേവർ വരും, ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുറച്ച് ഒരു 1/4 സ്പൂണോ 1/2 സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടോ, ഇതേപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതാണ് നമ്മുടെ ഫില്ലിങ് കേട്ടോ. ഈ ഫില്ലിങ് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് എങ്ങനെ റെഡിയാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയിൽ നിന്ന് കുറച്ച്, നമുക്ക് എത്ര വലിപ്പമുള്ള മോദകമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മാവ് എടുത്ത് കൊടുക്കാം. എന്നിട്ട് കയ്യിൽ കുറച്ച് ഇതുപോലെ നെയ്യോ എണ്ണയോ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഷേപ്പാക്കി കൊടുക്കാം. എത്രയും തിന്നായിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ടാക്കാൻ പറ്റുന്നോ അത്രയും തിന്നാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഫില്ലിങ് എടുത്ത് കൊടുക്കാം. 1 സ്പൂണൊക്കെ എടുത്താലും മതി. അത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കണമല്ലോ, അതേ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ട് മേളിൽ മാത്രം കുറച്ച് ഇങ്ങനെ ഒരു മേളിലേക്ക് ഒരു ഷേപ്പ് വെച്ച് കൊടുക്കുക. അതാണ് മോദകത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ ആക്കി കൊടുക്കാം. ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് സ്റ്റീമർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റാൻഡ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ മോദകം വെച്ച് കൊടുക്കുന്നത്. ഇതിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുക. കാരണം ഇത് ഒട്ടിപ്പിടിക്കും. സ്റ്റീം ചെയ്യുമ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു ആവിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഓരോരോ മോദകം വിട്ടിട്ട് വെച്ച് കൊടുക്കുക. അടുപ്പിച്ച് വെച്ച് കൊടുക്കരുത്. അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം കൂടി ഒന്ന് ഒട്ടിയിട്ട് അതിൻ്റെ ഷേപ്പൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അത് ചെയ്യരുത്. ഇതേപോലെ വിട്ടിട്ട് നമുക്ക് എത്ര വെക്കാൻ പറ്റണോ അത്രയും വെച്ചിട്ട് ഇതിൻ്റെ ഈ പാത്രം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ തന്നെ 5 to 6 മിനിറ്റൊക്കെ ആകുമ്പോൾ റെഡിയായിട്ട് കിട്ടും. ആദ്യം വെള്ളം തിളയ്ക്കുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് ബോയിലായിട്ട് വന്നതിന് ശേഷം ഒരു 6 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ മോദകം റെഡിയായിട്ട് കിട്ടണ്ടാവും. ഇത് കണ്ടോ, ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ആ ഷേപ്പ് ഒന്നും പോവാതെ തന്നെ റെഡിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ചൂടാറിയതിന് ശേഷം മാത്രം ഈ പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ. ഇതെല്ലാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു നിവേദ്യമാണിത്. നമുക്ക് ഭഗവാന് ഈ വരുന്ന വിനായക ചതുർത്ഥിക്ക് നേദിക്കാൻ പറ്റിയൊരു ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് കമൻസ് അറിയിക്കാനും വിട്ടുപോകരുത് കേട്ടോ. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.